നമസ്കാരം. എഴുത്ത് മനോഹരമായൊരു പ്രക്രിയയാണ്. എഴുത്തുകാരെന്ന് പറഞ്ഞാൽ മനോഹരമായി ലോകത്തെ അറിഞ്ഞവരാണ്. അത്തരത്തിൽ ലോകത്തെ അറിഞ്ഞ മനുഷ്യ മനസ്സുകളെ തൊട്ടറിഞ്ഞ ഒരു എഴുത്തുകാരിയുടെ അടുത്താണ് ഞങ്ങളുള്ളത്. ശ്രീമതി ശാന്ത തുളസീധരൻ. നമുക്ക് മാഡത്തിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. നമസ്കാരം മാഡം. നമസ്കാരം. നമ്മളിപ്പോൾ 51 പുസ്തകങ്ങൾ കഴിഞ്ഞു. ഇനിയും ചില പുസ്തകങ്ങൾ പണിപ്പുരയിലാണ്. പക്ഷെ ഞാൻ കേട്ടൊരു വളരെ പ്രധാനപ്പെട്ടൊരു കമൻ്റ് എന്ന് പറയുന്നത്, മലയാളത്തിൻ്റെ മഹാശ്വേതാദേവി എന്നുള്ള തരത്തിൽ നിയമസഭാ പുസ്തകോത്സവത്തിലൊരു പരാമർശം വന്നു. സന്തോഷം ജനിപ്പിക്കുന്ന ഒന്നല്ലേ ഇത്? ആണ്. കാരണം ഇതുവരെ ചെയ്ത വർക്കുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ശീർഷകം വരുമ്പോഴത്തേക്കും സന്തോഷമല്ല, ആർക്കായാലും സന്തോഷം തോന്നും. അപ്പം എന്താ അതിൻ്റെ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഈ ആദിവാസികൾക്ക് വേണ്ടിയുള്ള കുറച്ച് പ്രവർത്തനങ്ങളും അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും അവരെ അത്രത്തോളം നേരിട്ട് കണ്ടറിഞ്ഞ് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് അവരുടെ അവസ്ഥ നന്നായിട്ട് ബോധ്യപ്പെട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടായിരിക്കണം അങ്ങനെ പറഞ്ഞതെന്ന് തോന്നുന്നു. യാത്രകളിൽ നമ്മൾ പോകുന്ന ഒരു ലക്ഷ്യം വെച്ചിട്ടാണല്ലോ പോകുന്നത്. അത് സത്യസന്ധമായിട്ട് അതിനെ പകർത്തിയെടുക്കുക. അതിന് ഏതറ്റം വരെയും പോകും. എത്ര കഷ്ടപ്പാട് സഹിച്ചിട്ടായാലും എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിലും. കാരണം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ ആദിവാസികളുടെ ഊരുകളിൽ പോയിട്ട്, വയനാട്ടിൽ കാട്ടുനായ്ക്കൻ, അപ്പോൾ അവിടെ ചെന്നിട്ട് അവരുമായിട്ട് ഇൻ്റർവ്യൂ നടത്തി അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനൊരു ഫോട്ടോ എടുത്തു. അപ്പോൾ ഒരു സ്ത്രീ അവിടെ നിന്നിങ്ങനെ വിറക് വിട്ടുമായിരുന്നു. അവരുടെ ഒരു ഫോട്ടോ എടുത്തു. അവർ ആ അരിവാളും കൊണ്ട് എന്നെ വെട്ടാനും അടിച്ചു. വെട്ടുകൊണ്ടേനെ. പക്ഷേ അവിടെ നിന്ന് 1-2 ആണുങ്ങൾ അതിനിടയ്ക്ക് കയറി അവരെ തടഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടണേ ഇത്. അപ്പോൾ അതൊരു പാഠവും കൂടെയാണ്. കാരണം അവരുടെ എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് അവരോട് ചോദിക്കാതെ ഞാൻ ഫോട്ടോ എടുത്തത്. അപ്പോൾ അത് അവിടെ മുതൽ പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ അടുത്തായാലും ചോദിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് ഫോട്ടോ എടുക്കുക. അപ്പോൾ അവരുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഫോട്ടോ എടുത്താൽ ഭ്രാന്ത് വരുമെന്ന്, തലയ്ക്ക് അസുഖം വരും. അങ്ങനെ ഫോട്ടോ എടുത്ത് അസുഖം വന്നതാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഞാനും കൂടെ നിൽക്കാം, നമുക്ക് ഒരുമിച്ച് നിന്ന് ഒരുപാട് സംസാരിക്കേണ്ടിരുന്നു. അപ്പോൾ ഒരുപാട് സംസാരിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു ഞാനും കൂടെ നിൽക്കാം, നമുക്ക് 2 പേർക്കും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം. പിന്നെ ഒരു അർത്ഥ മനസ്സോടെ സമ്മതിച്ച് അങ്ങനെ ഫോട്ടോ എടുത്തു. നമ്മുടെ ഈ നാട്ടിൽ നിന്ന് മാന്യന്മാർ കയറി ചെന്നിട്ട് ഫോട്ടോ എടുക്കുക മാത്രമല്ല, അവരെ പലതരത്തിൽ ചൂഷണം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവരങ്ങ് ഇറങ്ങിപ്പോവും. ഈ പാവങ്ങൾ അവിടെ കിടന്ന് അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ പേരിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും പീഡനങ്ങളും, പിന്നെ ഇവരുടെ ചിത്രങ്ങൾ കൊണ്ടുപോയിട്ട് പലതരത്തിൽ അതിനെ മിസ്യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർ എന്നെ വെട്ടാതിരുന്നതിലേ ഉള്ള അതിശയം. അവർക്ക് വെട്ടാമായിരുന്നു. കാരണം അവരുടെ സ്വത്വത്തെ ചോദ്യം ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. പിന്നെ എന്തെങ്കിലും ഞാൻ അവരിൽ നിന്ന് വിവരം മനസ്സിലാക്കണമെങ്കിൽ അതിന് ഏത് വഴി ഉപയോഗിക്കും. ഉപദ്രവിക്കുന്നല്ല, എത്ര സമയം വേണമെങ്കിലും അവരുടെ കൂടെ അവിടെ കഴിച്ചുകൂട്ടി സ്ത്രീകൾ വഴിയാവുമ്പോൾ കുറേ നേരം ആകുമ്പോൾ അവർ സംസാരിച്ചു തുടങ്ങും. ആദ്യം അവർ തുറക്കൂല, മനസ്സുറക്കൂല. അപ്പോൾ സ്ത്രീകളുമായിട്ട് കുറേ നേരം സംസാരിച്ച് കഴിയുമ്പോൾ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാവും രഹസ്യങ്ങൾ, കുറേ കാര്യങ്ങളൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള കുറേ കാര്യങ്ങൾ. അത് പറഞ്ഞപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഈ ആദിവാസി സ്ത്രീകൾ, ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന പെൺകുട്ടികളുടെയൊക്കെ അവസ്ഥ വളരെ ദുരവസ്ഥ ആണ് എന്നൊന്നും ചേച്ചി പലയിടത്തും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് അനുഭവം ഇത് നേരിൽ കാണുമ്പം എങ്ങനെയാണ് തോന്നുന്നത്? അത് സത്യമാണ്. കാരണം പല ഗോത്രങ്ങളിലും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ല. അതുമാത്രമല്ല, കുടുംബത്തിൽ പോലും, കുടുംബത്തിനകത്തുള്ള ആണുങ്ങളുമായിട്ട് പോലും അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ, അവരുടെ ഗോത്രത്തിനകത്ത് തന്നെ ഒരു 10-12 വയസ്സൊക്കെ ആയ പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ ആൺകുട്ടികളോട് മിണ്ടാൻ പാടില്ല, സഹോദരനോട് പോലും സംസാരിക്കാൻ പാടില്ല. അത്രമാത്രം ഈ പറയുന്ന വിലക്ക് എന്ന് നമുക്ക് പറയാമെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ആചാരം അതാണ്. അങ്ങനെയാകുമ്പോൾ ഈ പെൺകുട്ടികൾക്ക് സമപ്രായക്കാരോടൊന്നും തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. അവരുടെ ബുദ്ധിമുട്ടുകളും അനപ്രയാസങ്ങളും ആരോടും ഷെയർ ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ തന്നെയും ഇവരുടെ പൊതുവായ രീതി എന്ന് പറഞ്ഞാൽ 10 വയസ്സ് വരെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ താമസിക്കാൻ പറ്റും. 10 വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടികളെ ഏറ്റവും പ്രായമുള്ള ഒരു മുത്തശ്ശിയുടെ കൂട്ടത്തിലായിരിക്കും, ആൺകുട്ടികൾ പ്രായമുള്ളൊരു മുത്തശ്ശൻ്റെ വീട്ടിലായിരിക്കും. അപ്പോൾ വേറെ വേറെ ചാവടികളാക്കി മാറ്റി വേറെ വേറെ പ്രത്യേക വീടുകളാക്കി അവിടോട്ടാണ് താമസിപ്പിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ മാത്രമേ ഇവരെ സ്വന്തം വീട്ടിൽ പോവുക, ബാക്കി ഉറങ്ങുന്നത് മറ്റിടത്തായിരിക്കും. അപ്പോൾ ഏകദേശം ഒരേ പ്രായക്കാർ, അത് കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള 10 വയസ്സിനും കല്യാണത്തിന് മുമ്പുള്ള പ്രായം, ഈ പ്രായം ഇവരെല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കും. അവിടെയും ഇവർക്ക് മനസ്സ് തുറക്കാനുള്ള സൗകര്യമില്ല. കാരണം ഇവരുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതാണ്. പൊതുവേ എനിക്ക് തോന്നുന്നു ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ആദിവാസി മേഖലകളിലാണ് നമ്മളിപ്പം ജനസംഖ്യാ നിയന്ത്രണം പോലുള്ള കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. പക്ഷേ അവർക്ക് വേണ്ടി സർക്കാർ കൊടുക്കുന്ന പല സാധനങ്ങളും അവിടേക്ക് എത്തുന്നില്ല എന്നൊരു ആക്ഷേപം നമ്മൾ കേട്ടിട്ടുണ്ട്.
എനിക്ക് തോന്നുന്നത് ഈ വനവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ അതൊക്കെ വാസ്തവമുണ്ടോ പറയുന്ന കാര്യങ്ങൾക്ക്? അത് ഇപ്പം പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ്. എന്ന് പറഞ്ഞാൽ ജനസംഖ്യാ നിയന്ത്രണം ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആദിവാസികളാണ്. എൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവരുടെ ചടങ്ങുകളിൽ പ്രസവം ഭയങ്കര വാലായ്മയാണ്. അപ്പോൾ പ്രസവിക്കാൻ പൂർണ്ണഗർഭിണിയായ ഒരു പെണ്ണ് ചിലപ്പോൾ അവൾ തന്നെ ആയിരിക്കും ഒരു കുടിൽ പോലെ ഒടിച്ച് കെട്ടുക, അതിനകത്ത് ഒറ്റയ്ക്ക് പോയി പ്രസവിക്കുക. ആ ഭാഗത്തേക്ക് ഒരാളിനും പ്രവേശനമില്ല, അവളുടെ ഭർത്താവിന് പോലും. അപ്പോൾ തനിയെ പ്രസവിച്ച് കുഞ്ഞിനെയൊക്കെ കുളിപ്പിച്ച് ബാക്കിയെല്ലാം ചെയ്ത് തനിയെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് കുറച്ച് ദിവസം അവിടെ കഴിയും. അത് ഓരോ കമ്മ്യൂണിറ്റിക്കും ഓരോ രീതിയിൽ. അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ വരാന്തയോട് അല്ലെങ്കിൽ വീടിൻ്റെ സൈഡിൽ ഒരു ചായ്പ് ഉണ്ടാക്കി അതിനകത്താക്കും. അപ്പോഴും ആരും തൊടാൻ പാടില്ല, പാത്രങ്ങളിൽ തൊട്ടുകൂടാ, അടുപ്പിൽ തൊട്ടുകൂടാ, അതൊക്കെയുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാലേ വീട്ടിനകത്തേക്ക് പ്രവേശനമുള്ളൂ. ഈ സമയത്ത് വേറെ മക്കളുള്ളവരാണെങ്കിൽ ഈ പുരുഷന്മാർ നേരം കുടുംബം നോക്കേണ്ടി വരും. ഇവർ പൊതുവെ മടിയന്മാരാണ്, ജോലിക്ക് പോകില്ല. ഈ പെണ്ണുങ്ങളാണ് വീട്ടുകാര്യങ്ങൾ കുടുംബങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ഇത് തടയാൻ വേണ്ടിയിട്ട് ഏതോ കാലത്ത് ആരോ ഇവർക്ക് പോയി മാലാടി പോലുള്ള ടാബ്ലറ്റുകൾ കൊടുത്തിരുന്നു പണ്ടെന്നോ. ഇതവരിപ്പോൾ വെച്ച് നടത്തുന്നു വെച്ചാൽ അവർ ഈ വക സാധനങ്ങൾ വാങ്ങിച്ച് സ്വയം അങ്ങ് ഉപയോഗിക്കും. ഒന്ന് ആർത്തവത്തിൽ നിന്ന് രക്ഷപ്പെടുക, അതും അവർക്ക് ബുദ്ധിമുട്ടാണ്, ഒറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ കിടക്കുക. രണ്ട്, പ്രസവിക്കാതിരിക്കുക. ഇതിനെ ആണുങ്ങൾ സപ്പോർട്ട് ചെയ്യും. പുതിയ ജനറേഷൻ കുട്ടികൾ തീരെ കുറവാണ് അവരുടെ കൂട്ടത്തിൽ, കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. ഇനി ഇതിന് വേറൊരു വർഷം കൂടെ ഞാൻ കേട്ടത്, നമ്മുടെ വയനാട് ജില്ലയിൽ തന്നെ മറ്റേ തിരുനെല്ലി ക്ഷേത്രം ഉണ്ടല്ലോ, തിരുനെല്ലിയിൽ കുറേ ആദിവാസികളുണ്ട്. വയനാട്ടിൽ നിന്ന് ഈ ആദിവാസികളെ കുടകിലേക്ക് കൊണ്ടുപോകും. ഇഞ്ചി കുത്താൻ പോകണമെന്നാണ് ഇവർ പറയുന്നത്. അവിടുത്തെ ഈ കുടകന്മാരായിട്ടുള്ള ഇവരുടെ ഫാമുകളിൽ ഇവരെ കൊണ്ടുപോയി പണിയെടുപ്പിക്കും. ഇവർ പണി കൂടുതലെടുക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർക്ക് കള്ളും കഞ്ചാവും ഒക്കെ കൊടുക്കും. ഇത് സ്ഥിരമായി കഴിച്ച് ഇവന്മാരുടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ പ്രൊഡക്ടിവിറ്റി സംഭവങ്ങളെല്ലാം നഷ്ടപ്പെടും. ശരിക്കും ചണ്ടിയാക്കപ്പെട്ട രീതിയിൽ അവർ തിരിച്ചു വരും. അപ്പോൾ ഇവർക്ക് ആ രീതിയിലും കുഞ്ഞുങ്ങൾ അവർ തന്നെ പറഞ്ഞ വസ്തുതകളാണ് ഇതൊക്കെ, നേരിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളാണ്. അതിന് വേറൊരു വലിയ സൈഡുകൂടെ ഉണ്ടായിരുന്നു. ഇവന്മാരെല്ലാം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരത്തില്ല. അപ്പോൾ ഇവന്മാരുടെ ഭാര്യമാരല്ലെങ്കിൽ പെണ്ണുങ്ങൾ വേറെ ഏതെങ്കിലും വഴികളിലൂടെ ജീവിക്കണമല്ലോ. അപ്പം പഞ്ചായത്ത് പിന്നെ അവസാനം ഇടപെട്ടിട്ടാണ് അതിനൊക്കെ ഒരു തടസ്സം നിയന്ത്രണം ഉണ്ടാക്കിയത്. ഇനി പൈസയുടെ ഫണ്ടെന്ന് പറയുന്നത് നമ്മുടെ കണക്കുകളിലാണ് ഫണ്ട്. അവരുടെ അടുത്ത് നിന്ന് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫണ്ടും കിട്ടാറില്ല, ഒന്നും കിട്ടാറില്ല. ഇവർക്കൊരു കാർഡ് പണ്ടൊക്കെ കൊടുത്തിരുന്നു. ആ കാർഡെന്ന് പറയുന്നത് ഇവർക്ക് വെക്കാൻ സ്ഥലമില്ലല്ലോ. ഈ പുൽക്കുടിലൊക്കെ ആയിരിക്കും പലര്, അതിൻ്റെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചേക്കും. അത് മഴ പെയ്യുമ്പോൾ നനഞ്ഞു പോകും. അപ്പോൾ ആ കാർഡ് അങ്ങ് നഷ്ടപ്പെടും. റേഷൻ കാർഡ് പോലും അങ്ങനെ അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അവർക്ക് ഈ കാർഡുകളൊന്നും അവർക്ക് സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളില്ല. പിന്നെ ഈ പറഞ്ഞ ഫണ്ട് അലോട്ട് ചെയ്യുമ്പോൾ സർക്കാർ ഫണ്ട് അലോട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. പലപ്പോഴും ഇത് വകമാറ്റി ചിലവാക്കുകയാണ് ചെയ്യുന്നത്. സർക്കാർ തന്നെ അത് വകമാറ്റിയെടുക്കും. ഇവരുടെ ഫണ്ടുകൾ ഈ അലോട്ട് ചെയ്താൽ പോലും അത് ഇവരുടെ കയ്യിലെത്താറില്ല. മനസ്സിലായില്ലേ? ഇപ്പം നമ്മുടെ അമ്പൂരിയിൽ തന്നെ വീട് വയ്ക്കാൻ 1 ലക്ഷം രൂപ അങ്ങോട്ട് പഞ്ചായത്തിൽ നിന്ന് കൊടുക്കും. കാട്ടിൽ നിന്ന് തടി എടുത്തുകൂടാ, പാറ എടുത്തുകൂടാ, ആറ്റിൽ നിന്ന് മണലെടുത്തുകൂടാ. ഇത് മൂന്നും എടുക്കാതെ എങ്ങനെയാണ് ഒരാൾ വീട് വയ്ക്കുന്നത്? കാട്ടിൽ താമസിക്കുന്നവർ, അത് അവിടുത്തെ അവസ്ഥയാണ്. നീ 51 പുസ്തകങ്ങളും രചിച്ചു. അപ്പോൾ നമ്മൾ പ്രധാനമായി ഏതൊക്കെ മേഖലയിലാണ് നമ്മുടെ ഈ ഒരു പുസ്തകം? ഞാൻ തുടങ്ങുന്ന കവിതയിൽ തുടങ്ങിയിട്ട് പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും തോന്നി ആ ഫ്രെയിം പോരാന്ന് തോന്നിയപ്പോൾ കഥകളാക്കി. കഥകളിൽ ഒതുങ്ങുന്നില്ല എന്ന് തോന്നിയപ്പോൾ നോവലാക്കി. എൻ്റെ 22 നോവലുകൾ ഇറങ്ങിയിട്ടുണ്ട്. നല്ല, അതായത് ആ നോവലുകളിൽ നമ്മുടെ ജീവപര്യന്തം തടവ് പുള്ളികളുണ്ടല്ലോ ജയിലുകളിലെ, ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന തടവ് പുള്ളികളെക്കുറിച്ചൊരു നോവലുണ്ട്. അത് കണ്ണൂർ ഓപ്പൺ ജയിലിൽ പോയി അവിടെ തങ്ങി, ജയിലിലല്ല സൂപ്രണ്ടിൻ്റെ വീട്ടിൽ താമസിച്ച് ഇവരുമായിട്ട് അഭിമുഖം നടത്തി. അപ്പോൾ ഇവർ കള്ളം പറയും പലരും. അപ്പോൾ കള്ളം പറയുന്നു എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ക്രോസ് എക്സാമിൻ വേറൊരാളുമായിട്ട് പിന്നെ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. അപ്പോൾ പലരോടും ചോദിക്കുക. പലരുടെയും വീടുകളിൽ ഞാൻ പോരാണ്ട്, ഞാൻ 2-3 വീടുകളിലൊക്കെ പോയി അവിടെ ജയിൽ പുള്ളികളുടെ. അപ്പോൾ ഇങ്ങനെ കുറേ അന്വേഷണം നടത്തിയിട്ടാണ് അവരെക്കുറിച്ചൊരു നോവൽ എഴുതിയത്. മലയാളത്തിൽ എന്നല്ല, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ജയിൽ പശ്ചാത്തലത്തിലെ ആദ്യത്തെ നോവലാണ്. ആനന്ദിൻ്റെ മരുഭൂമികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പക്ഷെ അത് നമ്മുടെ ഇന്ത്യൻ ജയിലല്ല പശ്ചാത്തലം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ജയിൽ, ആ ജയിലിനകത്ത് ഉള്ള ജീവിതവും അവരുടെ കഥകളും വളരെ ക്ലിയറായിട്ട് വലിയ മായമൊന്നും ചേർക്കാതെ അത് ചെയ്തിട്ടുണ്ട്.
അവർ ജയിലിൽ തന്നെ പുസ്തകം കൊടുത്തു വിട്ട് അവരെല്ലാവരും വായിച്ചു. പലരും എന്നെ വിളിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. കോഴിക്കോട് ആ ഭാഗത്തൊക്കെ പണ്ട് മൈസൂർ കല്യാണം ഉണ്ടായിരുന്നു, അറബി കല്യാണം ഉണ്ടായിരുന്നു, മുസ്ലിം പെൺകുട്ടികൾ. അപ്പോൾ എന്നെ അലട്ടിയെന്ന് പറഞ്ഞാൽ കുറേ പേരുടെ ഒരു ഇത് ആർട്ടിക്കിൾ ഞാൻ ഇവിടെ നിന്ന് വായിച്ചു. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, കാരണം വനിതയിൽ അങ്ങനെയുള്ള എന്തോ ഒരു ഇതിനകത്താണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഒരാളെ തന്നെ പല കല്യാണം കഴിക്കേണ്ടി ഒരു പെണ്ണിനെ ഈ അറബിക്ക് കൊടുത്തു കഴിഞ്ഞാൽ 1-2 മാസം കഴിയുമ്പോൾ അറബി അങ്ങ് പോകും, അതിലൊരു കുഞ്ഞുണ്ടാവും. ഇവളെ വീട്ടുകാർക്ക് പിന്നെ പോറ്റാൻ പറ്റില്ലല്ലോ, അപ്പോൾ വേറൊരുത്തനെ കെട്ടിക്കൊടുക്കും. കുറേ കഴിയുമ്പോൾ അവൻ കളയും വേറൊരുത്തർ. ഇങ്ങനെ 3-4 പേരെ കല്യാണം കഴിക്കുക, ഇവന്മാർ നിക്കാഹ് മൊഴിയൊല്ലുക. ഇതിങ്ങനെ ആവർത്തിച്ച് പോകുമ്പോൾ ആ ഒരു പെണ്ണിൻ്റെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കണം. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ് വരുന്നത്. അപ്പോൾ അതിങ്ങനെ കുറേ ആലോചിച്ചപ്പോഴാണ് വിചാരിച്ചത് എന്തുകൊണ്ട് സംഭവിക്കുന്നു. സമ്പന്നരുടെ വീട്ടിൽ സംഭവിക്കില്ല, ദാരിദ്ര്യമാണ് അതിൻ്റെ അടിസ്ഥാനം. കാര്യം പറഞ്ഞപ്പോഴാണ് ഈ എഴുത്തിൻ്റെ ഒരു ഭാഷ ഭയങ്കര ശുദ്ധിയായി കൈകാര്യം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ആ ഒരു ഭാഷാ ശുദ്ധി കൈവന്നത്? അതിന് നേരത്തെ ഉണ്ടായിരുന്ന വായനയാണോ അതോ? അങ്ങനെ വായന എന്നെനിക്ക് പറയാൻ, അത് ഞാൻ ജനിച്ചു വളർന്ന ഒരു കുഗ്രാമത്തിലാണ്. അവിടെ നമുക്ക് വായനാ സൗകര്യങ്ങളൊന്നുമില്ല. കോളേജിലൊക്കെ എത്തിയതിനു ശേഷമാണ് അത്യാവശ്യം ലൈബ്രറി പുസ്തകങ്ങൾ വായിക്കാൻ തന്നെ കുറച്ചെങ്കിലുമൊക്കെ കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ അത് വായനയിൽ നിന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് പലയിടങ്ങളിലായിട്ട് മാറി താമസിച്ചിട്ടുണ്ട്. പലയിടങ്ങളിൽ മാറി താമസിക്കുകയും ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപെടുകയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയോ അത് സ്വയം അങ്ങനെ രൂപപ്പെട്ട് വന്നൊരു ഭാഷയാണ്. അപ്പോൾ പലരും പറയും തിരുവനന്തപുരത്താണെങ്കിലും തിരുവനന്തപുരത്തിൻ്റെ ഭാഷയല്ല എന്ന് പറയും. പക്ഷേ തിരുവനന്തപുരത്തിന് അങ്ങനെ ഒരു ഭാഷ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് ഒപ്പിച്ചെടുക്കുന്നതാണ്. അല്ലാതെ നമ്മളെല്ലാവരും തിരുവനന്തപുരത്ത് എന്ന് പറയുമ്പോൾ ഒറിജിനൽ തിരുവനന്തപുരക്കാർ കുറവാണ്, ബാക്കി എല്ലാവരും വന്നു കയറിയവരാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചേർന്നൊരു സങ്കര ഭാഷയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പം എൻ്റെ വീട്ടിലാരും ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. എൻ്റെ ബന്ധുക്കളുടെ ഒന്നും രീതി ഇങ്ങനെയല്ല, ഭാഷ ഇങ്ങനെയല്ല. അതൊക്കെ കിളിമാനൂർ കുറച്ചുകൂടെ വേറൊരു സ്ലാങ്ങാണ് അവിടെയൊക്കെ. അപ്പം എനിക്ക് ഇങ്ങനെ വേറൊരു രീതിയിൽ അതിങ്ങനെ മോൾഡ് ചെയ്ത് വന്നു. എഴുതുന്നത് കൊണ്ടാവണം ആ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടൊരു കുറച്ചുകൂടെ ഒരു ശുദ്ധമായിട്ട് ഒരു സംസ്കൃതമായൊരു ഭാഷ എന്നല്ല, കുറച്ചുകൂടെ സംസ്കരിക്കപ്പെട്ടൊരു വൃത്തിയുള്ളൊരു ഭാഷ. മാത്രമല്ല അത് നമ്മളിപ്പം ഈ പല പുസ്തകങ്ങൾ എഴുതിയ ആൾക്കാരോട് ചോദിച്ചപ്പോഴാണ്. കാരണം അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു എഡിറ്റിംഗ് ലെവലിൽ വരുമ്പോൾ നമ്മൾ ഈ എഴുത്തുകാരൻ എഴുതാൻ ഉദ്ദേശിച്ചതിനേക്കാൾ ചില സാധനങ്ങൾ നന്നായി തിരുത്തി വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. കാരണം അതാണ് ആ ഒരു ഭാഷയുടെ ഒരു വൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അത് വന്നപ്പോഴാണ് ഞാൻ സ്വാഭാവികമായിട്ട് മറ്റൊരു കാര്യം, ഇപ്പോൾ ഒരു സ്വന്തമായ ഒരു ബുക്സിൻ്റെ ഒരു പങ്കാളിത്തത്തോടു കൂടിയാണെങ്കിലും ഒരു പനച്ചി ബുക്സ് എന്ന് പറയുന്നൊരു ശാഖയിലാണ് ഇപ്പോൾ താങ്കൾ പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണ് ഈ പനച്ചി ബുക്സ് ഉണ്ടാകുന്നത്? എങ്ങനെയാണ്? പനച്ചിയമ്മാൾ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നു. അത് ചരിത്രമാണ്. മാർത്താണ്ഡവർമ്മയെ യുദ്ധത്തിൽ സഹായിക്കാൻ പോയ ഒരു ധീര വനിതയാണ് പനച്ചിയമ്മ. അവർ നമ്മുടെ വെമ്പായം ആ ഭാഗത്താണ് അവർ ജീവിച്ചിരുന്നത്. അപ്പോൾ ഇവരെ സഹായിക്കാൻ ഒരാളും ഉണ്ടായിരുന്നു. ഇത് അത്ര ആരും പുറത്തധികം എടുത്തിട്ടില്ലാത്തൊരു ചരിത്രമാണ്. അപ്പോൾ കുളച്ചൽ യുദ്ധത്തിൽ അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി പോയി, പക്ഷേ ഇവരെ അവർ കൊന്നുകളഞ്ഞു. അങ്ങനെ എന്താ പറയുക, രക്തസാക്ഷിത്വം മരിച്ചൊരു സ്ത്രീയാണ് പനച്ചി. അവരുടെ പേരിൽ ക്ഷേത്രമൊക്കെ ഉണ്ട്, പനച്ചി അമ്മൻ ക്ഷേത്രമൊക്കെ ഉണ്ട്. പനച്ചിയമ്മ എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു പേര് നിന്നാണ്. അത് പേര് ശരിക്കും പറഞ്ഞാൽ ശങ്കറിൻ്റെ, ഞാനും ശങ്കറും കൂടെയാണിത് ചെയ്യുന്നത്. ശങ്കറാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ. അപ്പോൾ ഞാനൊരു ബാക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പുസ്തകങ്ങളെല്ലാം ഇങ്ങനെ ചെയ്ത് നമുക്കിങ്ങനെ തുടങ്ങാം എന്നൊരു ആശയം പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ, സന്തോഷം, എനിക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പണ്ട് എപ്പോഴോ ഇങ്ങനെ പബ്ലിക്കേഷനെ കുറിച്ച് ചിന്തിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ശങ്കർ അത് പറഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ ഓക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങ് തുടങ്ങിയതാണ്. അപ്പം എൻ്റെ തന്നെ പുസ്തകങ്ങളോടുകൂടി അത് ലോഞ്ച് ചെയ്യണം എന്നുള്ളതായിരുന്നു ശങ്കറിൻ്റെ തീരുമാനം. പക്ഷേ നമ്മൾ നിയമസഭാ പുസ്തകോത്സവം വന്നപ്പോഴത്തേക്കും നമ്മളവിടെ പങ്കെടുത്തു. അങ്ങനെ ഒരു ഒഫീഷ്യലി ഒരു ലോഞ്ചിങ് നടന്നിട്ടില്ല. അതിനി കുറച്ചുകൂടെ, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വൈകുമായിരിക്കും, 1 മാസം കൂടെയൊക്കെ കഴിയുമായിരിക്കും. അതുകൊണ്ട് നമ്മൾ വലിയ പരസ്യമൊന്നും കൊടുത്തിട്ടില്ല, ആരോടും അങ്ങനെ അധികം പറഞ്ഞിട്ടുമില്ല. ഇപ്പം പുസ്തകങ്ങളെല്ലാം 51 പുസ്തകങ്ങളും പ്രിൻ്റ് ചെയ്തു, 52ാമത്തെ വർക്ക് നടക്കുന്നു. പുറത്തുനിന്നുള്ള പുസ്തകങ്ങൾ എടുത്ത് ചെയ്യുന്നുണ്ട്. ഇവിടെ അത് മാത്രമല്ല, പനച്ചി ഫിലിംസിൻ്റെ കാര്യങ്ങളും ഇവിടെ ഉണ്ട് അല്ലേ? അത് ശങ്കർ ഒരു ഡയറക്ടറാണ്. ശങ്കറിന് ഫിലിം ഒരു വലിയ
ക്രേസാണ്. അപ്പം എൻ്റെ ഒരു ലക്ഷ്യം തന്നെ ഒരു നല്ല പടം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഞങ്ങൾ ബന്ധം ഉണ്ടാകുന്നത്. അപ്പോൾ ഫിലിമിനെ ഷൂട്ട് ചെയ്യാനുള്ള ലൊക്കേഷൻ തപ്പി നടക്കുക, അപ്പോൾ അതിനൊരു കഥ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്താണ് അവസാനം പനച്ചി പബ്ലിക്കേഷനിലെത്തിയത്. ഇപ്പോൾ ഒരു 10 സിനിമ എടുക്കാനുള്ള കഥ ഇവിടെ തന്നെ ഉണ്ടല്ലോ. കഥകളൊന്നും നമ്മുടെ ആവശ്യമുണ്ട്, പക്ഷേ ശങ്കറിൻ്റെ മനസ്സിലുള്ള സങ്കല്പം വേറെയാണ്. ഈ നോവൽ സങ്കല്പത്തിൽ നല്ല പുള്ളിയുടെ മറ്റ് വ്യത്യസ്തങ്ങളായ ചില സംഭവങ്ങളാണ് ശങ്കറിൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് സിനിമ എടുക്കുക എന്നുള്ളതാണ് ഐഡിയ. അപ്പോൾ ഏപ്രിലെങ്കിലും എനിക്ക് അത് ഇരിക്കണം എന്നുള്ള തീരുമാനത്തിലാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഇതൊക്കെ ഒന്ന് ലോഞ്ച് ചെയ്ത് റെഡിയാക്കണം. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങേറ്റം സീരിയസ് ആയിട്ട് കാണുന്ന ഒന്നാണ് എഴുത്ത്. പിന്നെ ഏറ്റവും വലിയൊരു തമാശ എന്ന് പറഞ്ഞാൽ ഞാൻ എഡിറ്റ് ചെയ്യാറില്ല എൻ്റെ പുസ്തകങ്ങൾ. ഞാൻ ഒറ്റ എഴുതേ ഉള്ളൂ. തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീരുന്നത് ആണ് എൻ്റെ കണക്ക്. അത് എഴുതി തീരുന്നു, അപ്പോഴേ തന്നെ DTPക്ക് പോകുന്നു. DTP കഴിഞ്ഞ് വന്നാണ് ഞാനത് വായിക്കുന്നത്. ആ വായിക്കുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ അത് ചേർക്കുക, എന്തെങ്കിലും അധികം ഉണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത് മാറ്റുക. ആ ഒറ്റ എഴുത്തിൽ അത് കംപ്ലീറ്റ് ആവും. അത് കവിതയായാലും കഥയായാലും നോവലായാലും പഠനങ്ങൾ പോലും അങ്ങനെയാണ്. ഇപ്പോൾ കാശ്മീരിൻ്റെ ചരിത്രം എഴുതി ഒറ്റ എഴുത്തേ എഴുതിയിട്ടുള്ളൂ. അപ്പം കാശ്മീരിൻ്റെ ചരിത്രം എന്നെ ഭയങ്കരമായിട്ട് വല്ലാതെ ഹോണ്ട് ചെയ്തൊരു സാധനം എന്ന് വെച്ചാൽ, കാശ്മീരിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകളുടെ മനോഭാവം, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരനുഭവിച്ച ആ വിഷമങ്ങൾ, ചരിത്രം എങ്ങനെയൊക്കെയാണ് നമ്മൾ തെറ്റിച്ച് വ്യാഖ്യാനിച്ചിട്ടുള്ളതും ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളായിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളതല്ല ശരിക്കുള്ള കാശ്മീരിൻ്റെ ചരിത്രം. കാശ്മീരിൻ്റെ ചരിത്രം അവിടുത്തെ ആളുകൾ കുറേ പറയും. അവർ പറയുകയും അവിടുത്തെ പുസ്തകങ്ങളിൽ നമുക്ക് വായിക്കാനും കിട്ടും. കുറേ പുസ്തകങ്ങൾ ഞാൻ സംഘടിപ്പിച്ചു, ഒരുപാട് ആളുകളുമായിട്ട് സംസാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ആദിവാസികളുടെയൊക്കെ കൂട്ടാണ്, വളരെ കഷ്ടമാണ് അവരുടെ കാര്യം. അതിനെക്കുറിച്ച് എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളുണ്ട്. അവിടെ അവന്തിവർമ്മൻ ക്ഷേത്രം മൊത്തം നശിച്ച് കിടക്കുന്നതാണ്. ക്ഷേത്രത്തെക്കുറിച്ച് പോയി കണ്ട് അതിനെല്ലാം കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി വന്നപ്പോൾ സെക്യൂരിറ്റി അവിടെ നിൽക്കുന്ന പോലീസ് പട്ടാളക്കാരൻ എന്നോട് ചോദിച്ചു, എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പുസ്തകം എഴുതണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാശ്മീരിനെ കുറിച്ച്. അപ്പോൾ പുള്ളി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു, ഇവിടുത്തെ ആളുകളൊക്കെ പാവങ്ങളാണ്, നല്ലത് എഴുതണേ. ഒരു മുസ്ലിം സഹോദരനാണ്. ശരിക്കും കാശ്മീരിൻ്റെ നല്ല വശം അല്ല പുറത്ത് വരുന്നതെന്ന് അവർക്കും അറിയാം. ഇവിടുത്തെ മനുഷ്യരൊക്കെ പാവങ്ങളാണ് മാഡം, നല്ലത് എഴുതണേ, ഞങ്ങളെക്കുറിച്ച് നല്ലത് പറയണേ എന്നൊരു വാക്ക് ആ മനുഷ്യൻ പറഞ്ഞു. അപ്പം ആൾക്കാർക്കൊരു എന്താ പറയുക, ഓപ്പൺ ആവാൻ ഭയങ്കര മടിയാണ് അവിടുത്തെ ആളുകൾ. നിയമസഭാ പുസ്തകോത്സവത്തിൽ നല്ല ചർച്ച ആയില്ലേ ആ വിഷയം? ചർച്ചയൊന്നും വന്നില്ല, പ്രകാശനം മാത്രമേ ഉണ്ടായുള്ളൂ. അല്ലെങ്കിലും നമുക്ക് സമയപരിധി ഉണ്ടല്ലോ, ആ കൂടെ 25 മിനിറ്റാണ് കിട്ടുന്നത്. അപ്പോൾ പ്രഭാവർമ്മ സമൻ നന്നായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു. കാരണം പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുവരെ ഞാനിങ്ങനെ എന്താണ് 6 മേഖലകളിൽ കവിതയും കഥയും നോവലും അങ്ങനെ വ്യാപരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പം 7ാമത്തെ ചരിത്രവും കൂടെ ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പം ചരിത്രവും കൂടെ ഉൾപ്പെടെ ഇപ്പം 7 മേഖലകളിൽ വ്യാപിച്ചിരിക്കുകയാണ്. മാത്രമല്ല ആ പുസ്തകത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ വള്ളിക്കാവൻ പറഞ്ഞു, കാരണം ബേസിക് ഇൻഫർമേഷൻ ഇല്ല. കാശ്മീരിൻ്റെ ചരിത്രം എഴുതണമെങ്കിൽ അടിസ്ഥാന വിവരങ്ങളൊന്നും കിട്ടത്തില്ല, അതൊക്കെ നശിപ്പിച്ച് കളഞ്ഞതാണ്, കത്തിച്ച് കളഞ്ഞു എല്ലാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഇല്ലാത്ത വിവരങ്ങളെക്കുറിച്ച് നമ്മളൊരു പുസ്തകം എഴുതുക എന്ന് പറഞ്ഞാൽ നല്ല എഫർട്ടാണ്. ഒരുപാട് നമ്മൾ എഫർട്ട് എടുത്താലേ അത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആണ് പുസ്തകം എഴുതിയത്. ഒരു വലിയ പുസ്തകമാണ്. ഇപ്പോൾ നമ്മുടെ ഈ പുതിയ വർഷം പുതിയ കാഴ്ചപ്പാടുകളാണ്. ഇനിയിപ്പോൾ എന്താണ് ഒരു ഡ്രീം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവുമല്ലോ? എപ്പോഴും സ്വപ്നങ്ങളാണെങ്കിലും ഒരു നമുക്ക് നമ്മുടേതായ ഒരു അടയാളപ്പെടുത്തൽ, കാലത്തിൻ്റെ അടയാളപ്പെടുത്തൽ പോലെ നമ്മുടെ ഒരു അടയാളപ്പെടുത്തൽ വേണം എന്ന് ചിന്തിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അത് ഇനിയിപ്പം ഒന്ന് വരാൻ ഞാൻ പറഞ്ഞല്ലോ, പനച്ചിയമ്മൻ്റെ ആ ഒരു വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ വേറൊരെണ്ണം കൂടെ ഉണ്ട്, അതിപ്പോൾ പുറത്ത് പറയുന്നില്ല. അത് അങ്ങനെയുള്ള എന്ന് വെച്ചാൽ നമ്മുടെ ചരിത്രവുമായിട്ടും നമ്മുടെ നാടുമായിട്ടും ജനങ്ങളുടെ ജീവിതമായിട്ടും ബന്ധമുള്ള 2 പുസ്തകങ്ങൾ. ഈ 2 പുസ്തകങ്ങൾ എൻ്റെ ഒരു പ്രോജക്റ്റായിട്ട് മനസ്സിൽ കിടപ്പുണ്ട്. നടക്കില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ പ്രതീക്ഷിക്കാതെ എഴുതിയ പുസ്തകങ്ങളാണ്. പലതും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വിചാരിച്ചാൽ നടക്കുമെന്ന് എനിക്കറിഞ്ഞില്ല, പ്രതീക്ഷിച്ചാൽ ചിലപ്പോൾ നടന്നില്ല എന്ന് വരാം. എങ്കിലും എഴുതാൻ പിന്നെ അടയാളപ്പെടുത്താൻ തക്കവണ്ണമുള്ള പുസ്തകങ്ങളെല്ലാം ഇപ്പോൾ തന്നെ എൻ്റെ ഉണ്ട്. കാരണം നമ്മുടെ ഉത്തര കേരളത്തിലെ തെയ്യങ്ങളെക്കുറിച്ച് ആരും എഴുതിയിട്ടില്ലാത്ത പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. കാവുപെറ്റ കമ്മ്യൂണിസം. അതായത് കമ്മ്യൂണിസവും തെയ്യവും തമ്മിലുള്ള ബന്ധം, അതിനെ വിശകലനം ചെയ്ത് അതൊരു നല്ലൊരു അന്വേഷണാത്മക പഠനമായിരുന്നു. അങ്ങനെയാണത് കാവുപെറ്റ കമ്മ്യൂണിസം എന്നാക്കിയത്.
അപ്പോൾ അതിനെ ചിലരൊക്കെ അതിനെ കളിയാക്കി, ഏത് കാവാണ് കമ്മ്യൂണിസ്റ്റത്തെ പെറ്റത് എന്നൊക്കെ ഉള്ള മറ്റൊരു വരി ആക്ഷേപിച്ചൊക്കെ ചിലരൊക്കെ ചോദിച്ചു. പക്ഷേ അത് പുസ്തകം വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ഏത് കാവാണ് പെറ്റതെന്ന്. അപ്പോൾ മനസ്സിലാവും. അപ്പം അടയാളപ്പെടുത്തത്തക്കമുള്ള പുസ്തകങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പം തന്നെ ആവശ്യത്തിനുണ്ട്. അപ്പം പിന്നെ അടയാളപ്പെടുക എന്നുള്ളത് അതൊരു വേറൊരു പ്രോസസ്സാണ്. അത് ഇപ്പം ഞാൻ എന്തായാലും എൻ്റെ പുസ്തകങ്ങളുമായിട്ട് ആരുടെ അടുത്ത് പോകാറില്ല. ഇതൊന്ന് എന്തെങ്കിലും ചെയ്യണം, ഒരു പത്രം ഓഫീസിലും കൊണ്ട് കൊടുത്തിട്ട് ഇതിനെക്കുറിച്ചൊന്ന് എഴുതി തരണം, അല്ലെങ്കിൽ ആരുടെടുത്തെങ്കിലും പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും എഴുതാൻ പറയില്ല, ഞാൻ പോകില്ല. എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് എഴുതുക എന്നുള്ളതാണ്. മറ്റു പലർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എൻ്റെ നിയോഗമാണ്. വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് എഴുതി വെക്കുക. വരുന്ന തലമുറ ആരെങ്കിലും നിഷ്പക്ഷമായിട്ട് വായിക്കാനോ എന്തെങ്കിലും ചെയ്യാനോ വിലയിരുത്താനോ ശ്രമിക്കുന്നെങ്കിൽ ആയിക്കോട്ടെ. അല്ലാതെ ഒരു അവാർഡിൻ്റെ കമ്മിറ്റിയുടെ പുറകിനോ അല്ലെങ്കിൽ അവാർഡ് വേണമെന്നോ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഈ പുസ്തകത്തിന്, ആദിവാസികളുടെ പുസ്തകത്തിന് അവാർഡൊന്നും കിട്ടിയില്ലേ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ അതിന് വേണ്ടിയിട്ട് പോകാറില്ല. ആരെങ്കിലും വായിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചു തരുന്നെങ്കിൽ ഇരിക്കട്ടെ, അതിന് വേണ്ടെന്ന് പറയില്ല. അതും ഉണ്ട്, ചില കണ്ടീഷൻസൊക്കെ ഞാൻ വെക്കാറുണ്ട്. പറഞ്ഞതുപോലെ എനിക്ക് എൻ്റേതായ ചില ഐഡൻറ്റിറ്റി ഉണ്ട്, അതിന് പണയം വയ്ക്കാൻ ഞാൻ തയ്യാറാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രചോദനങ്ങൾക്കും പ്രേരണകൾക്കും നിന്നു കൊടുക്കാറുമില്ല. എൻ്റെ വഴി എഴുതുക എന്നുള്ളതാണ്. അത് വായിക്കേണ്ടത് ആവശ്യക്കാർ വായിച്ചോട്ടെ, അംഗീകരിക്കാൻ താല്പര്യമുള്ളവർ അംഗീകരിച്ചോട്ടെ. അങ്ങനെ. പക്ഷെ ഒന്നും മോശപ്പെട്ട സാധനങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഭാഷയിൽ ഈ പറഞ്ഞ കണക്ക് ഞാൻ അശ്ലീലമൊന്നും പ്രയോഗിക്കാറില്ല. അശ്ലീലം മോശമൊന്നുമല്ല, എനിക്കത് വരില്ല. മോശപ്പെട്ട ഭാഷ എനിക്ക് വരില്ല. എന്നിട്ട് സ്ലാങ്ങുകൾ വരുന്നുണ്ട്, അതാതടുത്ത സ്ലാങ്ങുകളിലാണ് എഴുതുന്നത്. ഇപ്പോൾ കോഴിക്കോട് കുറ്റ്യാടിയെ ബേസ് ചെയ്തൊരു പുസ്തകം എഴുതിയപ്പോൾ പെണ്ണിര, അതിൽ കുറ്റ്യാടി സ്ലാങ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് അവിടെ പോയിരുന്നു പഠിച്ചിട്ട് തന്നെയാണ് ചെയ്തത്. അതുപോലെ ഇപ്പം നിരുപാധികം എന്ന് പറഞ്ഞൊരു ഒരു നോവൽ പുതിയത് പ്രകാശനം ചെയ്തിട്ടില്ല. അതിൽ നമ്മുടെ ഈ അമ്പൂരി ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തെ ഒരു ഭാഷയുണ്ട്, അതാണ് അതിൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഏത് ദേശത്താണോ എൻ്റെ കഥ ഞാൻ കൊണ്ടുപോയി പ്ലേസ് ചെയ്തത് അവിടുത്തെ ഭാഷ ഞാൻ ഉപയോഗിച്ചിരിക്കും. അത് ഏത് പാലക്കാടിനെ കുറിച്ചാണെങ്കിൽ ആ പാലക്കാടൻ സ്ലാങ്ങിൽ തന്നെ എഴുതും. അതൊരു പ്രത്യേകം. അപ്പം ഇങ്ങനെ ഈ എല്ലാ സ്ലാങ്ങും കൂടെ എടുത്തെടുത്ത് വന്നിട്ടായിരിക്കണം എനിക്ക് തോന്നുന്നു എൻ്റേതായ ഒരു ഭാഷ. ഇപ്പം എൻ്റെ ഭാഷ എന്നല്ല, ഒരു വേറൊരു തരത്തിൽ ഒരു അധികം മോശമല്ലാത്ത അല്പം വൃത്തിയുള്ളൊരു ഭാഷ എഴുതുമ്പോൾ അത് കുറച്ചുകൂടെ പോളിഷ്ഡാവും, കുറച്ചുകൂടെ നല്ല ഭാഷയിലാണ് വരുന്നത്. നല്ല ഒഴുക്കുള്ളൊരു ഭാഷ എനിക്ക് കിട്ടാറുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ ദൈവാധീനം എന്നൊക്കെ പറയാം. തീർച്ചയായും. അപ്പോൾ നമ്മൾ ചേച്ചിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, എഴുത്ത് എന്ന് പറയുന്നൊരു വലിയ പ്രക്രിയയാണ്. ആ എഴുത്തിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസുകളില്ല. കാരണം ജീവിതാനുഭവങ്ങളാണ് ചേച്ചി എഴുതുന്നത്. അതുമാത്രമല്ല, കൃത്യമായ പഠനമുണ്ട്, അവബോധമുണ്ട്, അതിനൊരു ദാർശനികതയുണ്ട്. ആ എഴുത്ത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഇത് ഒരു തവണത്തെ വരവായിരിക്കില്ല. ഇനിയും പുതിയ പുസ്തകങ്ങളുമായി നമ്മൾ വീണ്ടും വരും. അതുവരെ നന്ദി, നമസ്കാരം.